ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു കിടുക്കാച്ചായിട്ട് ഇറക്കിയിരിക്കുകയാണ്. വില്ലീസിൻ്റെ ജീപ്പാണ്. വില്ലീസിൻ്റെ തനി റിപ്ലിക്ക ചെയ്യണത്. അടിപൊളി ഫീച്ചേഴ്സാണ് ഈ സാധനത്തിലുള്ളത്. അപ്പോൾ കിഡിലും പാക്കിംഗ് ആണ്. ഇത് 1/10 സ്കെയിലാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ കൂടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു കാറ്റലോഗും വരുന്നുണ്ട്. ഗൈസ്, കറക്റ്റ് ടൈമിൽ ഒരു ഡെലിവറി കൂടി ഉണ്ട്. വിഞ്ച്, ഇവന് വെക്കാനുള്ള വിഞ്ച് അത് ഇതിൻ്റെ കൂടെ വരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടോ. ഈ വിഞ്ച് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വിഞ്ച് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പുറത്തെടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് വേണ്ട പൊളിയായിട്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ്, ഇത് സ്റ്റിയറിങ്, ത്രോട്ടിൽ, ഇവിടെ ത്രോട്ടിൽ, പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിങ് തന്നെ ട്രിം ചെയ്യാൻ കൊടുക്കും. ഇത് സെർച്ച് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, സെർച്ച് ലൈറ്റ് ഓൺ ആക്കാനും അപ്പോഴത്തേനും. പിന്നെ വിഞ്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യാനും പിന്നെ പൊക്കാനും താഴ്ത്താനും, വിഞ്ച് റിലീസ് ചെയ്യാനും എൻഗേജ് ചെയ്യാനുമുള്ള ഒരു റിട്രാക്റ്റ് റിലീസ്, അങ്ങനെയുള്ള ഒരു ബട്ടണാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഈ കവർ പോലും ഞാൻ ഇട്ടിട്ടില്ല. കവർ എടുത്ത് മാറ്റി. ഇവനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമുക്ക് അത് കാണിച്ചു തരാം എന്താന്ന്. അപ്പോൾ ഇതിൽ ഭയങ്കര ഹൈലി ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വില്ലീസിൻ്റെ ടയറൊക്കെ അതേപോലെ ഹൈലി ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ ഈ സൈഡ് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഹെഡ്ലൈറ്റ്, അതുപോലെ ഇവിടെ സെർച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിറർ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇവിടെ ഇതുപോലെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, സൈഡിൽ കണ്ടോ ഷവലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പൊക്കി വയ്ക്കാം. ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ കൂടെ ആ ഒരു ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു ഷെഡ് പോലുള്ളത് നമുക്ക് കെട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെറി ക്യാൻ കൊടുത്തിട്ട് കേട്ടോ. ഇവിടെ സ്പെയർ വീൽ, ഇവിടെ ഒരു ജെറി ക്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ബോണറ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെയാണ് ബാറ്ററി വരുന്നത് കേട്ടോ. നമ്മുടെ സെയിം LCയുടെ ബാറ്ററി തന്നെയാണ് വരുന്നത്. 4x4 ഗിയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഗിയർ നോബ് 4x4 വരുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. ഓക്കെ, 4x4 ആണ്. ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അടിഭാഗത്ത് സ്വിച്ച് വരുന്നു. ഓക്കെ, ലൈറ്റ് പിന്നീട് കണ്ടോ, ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെഡ് ലൈറ്റ് പോലെ തന്നെ ബ്രേക്ക് ലൈറ്റും ഉണ്ട് 2 ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യാം കേട്ടോ. റിമോട്ട് ഓണാക്കി. ഓക്കെ, സിങ്ക് ആയിട്ടോ. വേറൊരു പ്രത്യേകതയാണ് ഗൈസ്, ഇവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ സ്റ്റിയറിങ്ങും കറങ്ങും. അതായത് കേട്ടോ, സ്റ്റിയറിങ്ങും കറങ്ങുന്ന കാണാം. ടയർ തിരിയുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റും സ്റ്റിയറിംഗ് തിരിയും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കത്തും. കണ്ടോ, നല്ല സ്മൂത്താണ്. സെർച്ച് ലൈറ്റ് കത്തി കണ്ടോ, ഇതാണ് സെർച്ച് ലൈറ്റ്. അത്യാവശ്യം ഹെഡ് ലൈറ്റിനെ കാട്ടിയും പവർ വരുന്നൊരു ലൈറ്റാണ് കേട്ടോ. ഇവിടെ വൈറ്റ് ആയിരിക്കും അത്. ഓക്കെ, പതുക്കെ എടുത്താൽ പതുക്കെ ഓടിക്കാൻ പറ്റും. അതായത് ത്രോട്ടിൽ പതുക്കെ കൊടുത്താൽ പതുക്കെ ഓടിക്കാൻ പറ്റും. അതായത് പെർമനൻ്റ് ആയിട്ട് ഒരു സ്പീഡ് റെഗുലേഷൻ ഒന്നും ഇല്ല. പതുക്കെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കും, പതുക്കെ ഓടിക്കാൻ പറ്റും കേട്ടോ. ഹൈലി സൂപ്പർ വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഹാലജൻ ലാമ്പ് മഞ്ഞ കളറിൽ കത്തൂല, അതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. പൊളിയല്ലേ? ഇതാണ് വിഞ്ച്. അപ്പോൾ ഈ വിഞ്ച് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ഇവിടെ വേറെ ഇറക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു പൊളി ഐറ്റമാണ്. ഇത് 3 കിലോയൊക്കെയാണ് ഇവൻ്റെ ഒരു ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പോൾ നമ്മളത് പ്രത്യേകം വേറൊരു വീഡിയോ ആയിട്ട് ഇറക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്, അജു പത്മനാഭൻ.